അയ്യോ കാലൻ 100 ആയുസ സാറിന്റെ പേര് പറഞ്ഞ് നാക്ക് പാകത്തേക്ക് ഇട്ടുള്ളൂ. ആ നാക്ക് ചവിട്ടി പുറത്തേക്കിടാനാണ് ഞാൻ വന്നത്. എന്താ സാർ? മുഖത്ത് കൂളിംഗ് ഗ്ലാസും വെച്ച് കരിയും തേച്ച ആളെ മനസ്സിലായില്ലെന്ന് വിചാരിച്ചു. മണ്ണെണ്ണ കൊടുക്ക്. വെള്ളം തൊട്ട് തുടച്ചാലും പോകും സാർ. തീപ്പെട്ടി കൊടുക്ക്. കൂമ്പിനിട്ടിടിക്ക്. എന്തിടിയാണ് നീ ഇടിച്ചത്? എനിക്ക് നന്നായിട്ട് വേദനിച്ചു കേട്ടോ. സാറല്ലേ ഇടിക്കാൻ പറഞ്ഞു. നീ എന്താടാ പറഞ്ഞത്? MG റോഡിൽ കുനിച്ചു നിർത്തിയിട്ട്? ഓഹോ, അത് എക്സ്ക്യൂസ് മീ, ഈ MG റോഡ് എന്നുള്ളത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഹൈക്കോടതി ജംഗ്ഷനാണ്. കുഴപ്പമൊന്നുമില്ല. കുനിച്ചിരുത്തി കൂമ്പിലിട്ടിടിച്ചിട്ട് പിന്നെന്താടാ പറഞ്ഞത്? പൊന്നു സാറേ ഞാൻ ഒന്നും പറഞ്ഞില്ല. പറഞ്ഞു ഉണ്ണി മറന്നുപോയതാ. കുനിച്ചിരുത്തി കൂമ്പിനടിച്ചിട്ട് ബാക്കിൽ മണ്ണെണ്ണ വെച്ചിട്ട് തിരി എവിടെ ഇടുന്നു പറഞ്ഞു. അത് ഞാൻ മറന്നുപോയി. എവിടെ ഇടുന്നു പറഞ്ഞത്? വായിൽ ഓർമ്മയുണ്ട്. കത്തിക്കടാ, ഒഴിച്ച് കത്തിക്കടാ. നീ എന്താണ് താളം പിടിച്ച് കളിക്കേ? അതവന്റെ കൈ വരച്ചട്ടാ. പോലീസ് എന്ന് പറഞ്ഞ അവന് പണ്ടേ പേടിയാ. അപ്പൊ നിനക്കോ? എനിക്ക് ജനിച്ചപ്പോഴേ പേടിയാ. കത്തിക്കടാ. എന്റെ സാറേ ഞാൻ കാല് പിടിക്കാം. അപ്പോഴത്തെ ഒരു ആവേശത്തിന്റെ പുറത്ത് പറഞ്ഞതാ. പ്ലീസ്. ടിവിയിൽ നിന്റെ ലൈവ് ഷോ കണ്ടിട്ട് RTO എന്നെ വിളിച്ചത്. ലൈവ് ഷോ ആയിരുന്നു. RTO? ഞങ്ങൾ ഇപ്പോൾ ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ഈ പാട്ട ഏതെങ്കിലും കൊക്കയിലേക്ക് തള്ളി അയ്യോ രണ്ടിനെയും കസ്റ്റഡിയിലെടുത്ത് പെരുമാറുക. പക്ഷെ നീ മറ്റൊരു കാര്യം പറഞ്ഞല്ലോ, മാന്യമായിട്ട് ജീവിക്കാൻ സമ്മതിക്കുന്നില്ലെന്ന്. ആ ഒരു പരാതി പരിഗണിച്ച് നിന്നെയൊക്കെ ജീവിക്കാൻ തന്നെ അനുവദിക്കാൻ പോവുകയാണ്. ഒരു 10 മിനിറ്റ് സമയം തരും. അതിനു മുമ്പ് ഈ പാട്ടത്തകരോടത്തോട് സ്ഥലം വിട്ടോളാം. രക്ഷപ്പെട്ടു. വീരപ്പൻ കുറിപ്പിന്റെ സ്റ്റേഷൻ അതിർത്തിയിൽ നിന്ന് വളരെ ദൂരെ ആയതുകൊണ്ട് ഇനി അയാൾക്ക് മഷിയിട്ട് നോക്കിയാൽ പോലും നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. എത്ര നേരം വേണമെങ്കിലും സ്വസ്ഥമായിട്ട് ഇവിടെ ഇരിക്കാം. അങ്ങനെ ഇപ്പൊ സ്വസ്ഥമായിട്ട് ഇരിക്കണ്ട. നീ പോയി കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചുണ്ടോ? എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. എന്നാ നീയും കൂടി വാ, നമുക്ക് ഒരുമിച്ച് പോയാൽ തട്ടുകടയിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാം. ഏയ് ഞാനില്ല. ടിവിയിൽ ഇന്റർവ്യൂ കണ്ട ആരെങ്കിലും എന്നെ കണ്ട പിന്നെ വിശേഷങ്ങളായി ചോദ്യങ്ങളായി ഉത്തരങ്ങളായി എനിക്ക് വയ്യ. ചോദ്യോത്തരമൊന്നും ഉണ്ടാവില്ല, പെരുമാറിലുണ്ടാവുള്ളൂ. പെരുമാറില്. എന്താടാ? പേഴ്സ് ഞാൻ നിന്റെ തന്ന. എന്റെ കയ്യില് പേഴ്സാ? നീയാ? പേഴ്സ് കാണുന്നില്ല. തമാശ കളിക്കല്ലേ? അമ്മച്ചിയാണ് തമാശ കളിച്ചല്ല, പേഴ്സ് കാണുന്നില്ല. അതിനൊരു വഴിയുണ്ട്. ഇങ്ങനെ വന്നേ, അവിടെ ഇരുന്നേ, അവിടെ ഇരി. നമ്മുടെ വണ്ടിയിൽ. എന്റെ വണ്ടി? നിന്റെ വണ്ടിയിൽ. എന്റെ അമ്മോ, നിന്റെ വണ്ടിയിലെ നിന്റെ അച്ഛന്റെ ഫോട്ടോയിൽ കോർത്തിട്ടിരിക്കുന്ന ആ സ്വർണ്ണ പതക്കില്ലേ, ഞാൻ ഇന്നാളെ കയ്യിൽ വെച്ച് തൂക്കി നോക്കി. 1 പവനോളം തൂക്കം ഉറപ്പായിട്ടുണ്ട്. അതിന് കാശ് കിട്ടുമ്പോ തിരിച്ചെടുക്കാം. വിൽക്കണ്ട, പണയം വെച്ചാ മതി. 2000 കുറയാതെ കിട്ടും. ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ, ഇനി ഇത് ആവർത്തിച്ചണ്ടല്ലേ 2 കഷ്ണാക്കി കളഞ്ഞ. 2 കഷ്ണാക്കി 1000 വെച്ചല്ലേ കിട്ടുള്ളൂ. പിന്നെ അത് വിളക്കി ചേർക്കാൻ കാശ് വേറെയും വേണ്ടേ? നിന്നെ കഷ്ണാക്കൊന്ന് പറഞ്ഞേ. അച്ഛന് പ്രസിഡന്റ് എന്ന് കിട്ടിയ പതക്ക പട്ടിണി കിടന്ന് ചത്താലും ഞാനിത് വിൽക്കില്ല. അത് മാത്രല്ല, ആ വണ്ടിയിലുള്ള സകല സാധനങ്ങളും എന്റെ അച്ഛൻ വാങ്ങിച്ചതാ. അതിൽ ഒരു തുരുമ്പിത്തോളം പോലും ഞാൻ സമ്മതിക്കില്ല. അപ്പൊ പിന്നെ എങ്ങും തൊടാൻ പറ്റൂല. എന്താ പറ്റി പറഞ്ഞേ? നീ എന്നെ അങ്ങോട്ട് കൊല്ല്, എന്നിട്ടൊരു കുഴി കുഴിച്ച് മൂടിയിട്ട് ആ ബസ് എടുത്ത് എന്റെ മുകളിൽ വെക്ക്. ദുബായിൽ നല്ലൊരു ഷെയ്ക്കിന്റെ അണ്ടറിൽ ജോലി ചെയ്യേണ്ട ഞാനാണ്. എന്റെ പാസ്പോർട്ട് കറണ്ട് ആ എലിയില്ലേ, ആ എലിയിൽ എന്റെ കൈ കിട്ടി കൈ ആള് മാറി അടിച്ചു പോയി. സോറി. പുഴയെ ചാടി ആത്മഹത്യ ചെയ്യാൻ വന്നവരാണോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, നിന്ന് പരിഗണന കണ്ടോണ്ട് ചോദിച്ചതാണ്. ഞങ്ങൾ അതിനൊന്നും വന്നവരല്ല, വാടകയ്ക്ക് ഒരു മുറി നോക്കി വന്നതാ. വാടകയ്ക്കോ? മന്ത്ലി ആണോ ഡെയിലി ആണോ? അയ്യോ, ഞങ്ങൾക്ക് 1 മണിക്കൂർ നേരത്തേക്ക് മതി. വലിയ വാടകയൊന്നും ഇല്ലാത്ത കുറച്ചേരം സംസാരിച്ചിരിക്കാനാ. ചേട്ടൻ വലിയ സംസാരപ്രിയനാണല്ലേ? ഡെയിലി സംസാരിക്കാറുണ്ടോ? വല്ലപ്പോഴും ഒക്കെ. എനിക്ക് നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സഹായിക്കണമെന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ ഹോട്ടലെല്ലാം ഭയങ്കര വഴിയുണ്ട്. Walking in the moonlight, I'm thinking of you. നിലാവുള്ള രാത്രിയിൽ നീ എന്നെ പറ്റി ചിന്തിച്ചിരിക്കാണ്. ചിന്തിക്കാൻ പറ്റിയ ഒരു ജന്തു പിശാച് മറക്കാൻ ശ്രമിക്കുക. എല്ലാം മറക്കാൻ ഞാനൊരു സാധനം തരാം. എന്തേത്? ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ ചേർത്തിട്ട് ന്യായമായി ചേർത്തിട്ട് ഇതാ ഇങ്ങനെ അടിച്ച് വാള് വെക്കൂലേ, വിസ്കി. നീ എന്തിനാ അങ്ങോട്ട് നോക്കണ? വണ്ടി അവിടെ ഉണ്ട്. നീ അടിച്ച് വീലാൻ വേണ്ടി വണ്ടിയുടെ വീലെങ്ങാനും ഒരു വിറ്റ. എന്നാണോ വണ്ടിയുടെ ബമ്പർ തൊട്ട് സത്യം ചെയ്തിട്ടുണ്ടല്ലോ അടിച്ച് ഞാൻ. എവിടെ നടന്നത്? ചരിത്രം പൗരതരം പറഞ്ഞിട്ട് നീ കഴിക്കുന്നുണ്ടെങ്കിൽ കഴിക്കണ്ട.
അതിന്റെ കൂടെ കഴിക്കാൻ വല്ലതും ഉണ്ടോ? കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന്? കഴിക്കാനൊന്നുമില്ല, വേണമെങ്കിൽ മണക്കാൻ അമൃതാജ്ഞം തരാം. എന്നാ 2 ഒഴിക്ക്. 2 ഇതാള് തണ്ടറാണേ. അതൊന്നും കുഴപ്പമില്ല. എന്ത് പണ്ടാറില്ല അവിടെ. തലക്കടിച്ച് ബോധമില്ലാണ്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാലോ. സ്വസ്ഥ ഉണ്ടാവില്ല. എന്നാ, ശംഭോ മഹാദേവ. ആ. അമൃതാജ്ഞം. സുന്ദരോ, എന്താടാ വണ്ടിയിലൊരു വെളിച്ചം? ആ, അത് മിന്നാമിനിങ്ങായിരിക്കും. മിന്നാമിനിങ്ങിന് ഇത്രയും വെട്ടോ? ചിലപ്പോ അത് ഫാമിലി ആയിട്ട് വന്നിട്ടായിരിക്കും. അവിടെ എന്താ കുടുംബയോഗോ? അവരായി അവരുടെ പാടായി, അവരെന്തെങ്കിലും ചെയ്യട്ടെ. നമ്മളെന്തിനാ അങ്ങോട്ട് നോക്കണത്? ഇത്രയേടല്ലേ. എന്നാലും എന്റെ വണ്ടിക്കകത്ത് എന്താ നടക്കണെന്ന് ഞാൻ അറിയണ്ടേ? നീ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട, ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പോയാൽ മതി. അരമണിക്കൂർ? അതെന്താ? മൊത്തം 1 മണിക്കൂർ വേണമെന്ന് അവര് പറഞ്ഞതേ. ആര്? ഒരു ഫാമിലി. ഫാമിലി? ഒരാണും പെണ്ണും 1 മണിക്കൂർ നേരത്തേക്ക് അവർക്ക് എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയതാ. അതിന്റെ അഡ്വാൻസ് ഉണ്ട് ഇതൊക്കെ വാങ്ങിയത്. ഇത്രയും വെളിച്ചോണ്ടൊക്കെ അവർ നിന്നെ അറിയിക്കുന്നു ഞാൻ അറിഞ്ഞ. ഇറക്കി വിടാ ചെറ്റകളെ. അല്പം നേരത്തേക്കൊന്ന് കണ്ണടച്ചൂടെ? എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്കായിട്ട് കൊണ്ടു നടക്കുന്ന വണ്ടിയാണെന്ന് എനിക്ക് അറിഞ്ഞൂറാ. ഒരു അരമണിക്കൂർ നേരത്തേക്ക് അച്ഛനെ മറന്നാ നമുക്ക് ബാലൻസ് 100 രൂപ കിട്ടും. നീ പോയി അവരെ ഇറക്കി വിടുന്നത് ഞാൻ ഇവിടെ ചെല്ലണോ? ഈ വണ്ടി കൊണ്ട് നമുക്കാ ഗുണമില്ല, നാട്ടുകാർക്കെങ്കിലും പ്രയോജനം ഉണ്ടാവട്ടെ. ഇതുകൊണ്ട് അടി മേടിക്കാനല്ലാതെ അരി മേടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? 1000 തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള ബസ്സിനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കരുത്. ശവ വണ്ടിയാക്കാൻ പോലും പറ്റാത്ത ഈ പാട്ടയെ ബസ് നീ അല്ലാതെ മറ്റാരും വിളിക്കില്ല. എന്താണ് നീ പറഞ്ഞത്? ശവ വണ്ടിന്ന്. കല്ലെടുക്കരുത്. കല്ലെടുക്കാൻ എങ്ങനെ എറിയൂടാ പന്ത്? എറിയരുത്, എറിയരുത്. താമരാശം പിള്ളേരെ മറ്റേക്കണ്ണം അടിച്ചു പോയേ. കൂട്ടുകാരൻ എന്നെ തല്ലാൻ പറ്റാ. നീ മതിൽ ചാടരുത്. എന്നാലും ഏഴുതാടാ. എന്നാ ഞാനും ചാടും. മിസ്സാകൂടാ, കയ്യിലിരിപ്പതാ. വണ്ടി എന്തിനാ കൊണ്ടുവരുന്നത്? സാറിന് കാണണോന്ന് പറഞ്ഞ്. ഓ, അത് സാരമില്ല. ഇന്നലെ എന്റെ ഭാര്യ കണ്ടു. എപ്പോ? എവിടെ വെച്ച്? എന്റെ വീട്ടിൽ വെച്ച് TV ഇന്റർവ്യൂല്. ഭാഗ്യം. അവളെ അറിയോ? എവളെ? എന്റെ ഭാര്യയെ. അവളുടെ പേര് ഭാഗ്യം എന്നാണ്. ഓ, ഭാഗ്യം. ചേച്ചിയെ പരിചയപ്പെടണമെന്നുണ്ട്. വീട്ടിലേക്ക് ഞങ്ങൾ വരാനിരിക്കായിരുന്നു. കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായിട്ട് വേണം. ഒരു കൊട്ട ആപ്പിളും പരിപ്പോടെ ഒക്കെ അങ്ങോട്ട് പറയാം. ആ, പിന്നെ ഓ, നിങ്ങളുടെ പ്രോഗ്രാം കണ്ടിട്ട് ബാംഗ്ലൂരിൽ നിന്ന് GM വിളിച്ചിരുന്നു. ഇന്റർവ്യൂല് ബാങ്കിന്റെ പേര് എടുത്തു പറഞ്ഞത് പുള്ളിക്കാർ വലിയ സന്തോഷായി. അല്ല, ബാങ്കിന്റെ പേര് പറഞ്ഞ നന്നായില്ലേ ഇപ്പൊ? വണ്ടിയുടെ ആൾട്രേഷൻ പണിക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകേണ്ടതുകൊണ്ട് RC ബുക്ക് എടുത്തിട്ടില്ല. ഓഹോ, വണ്ടിയുടെ പണിയെന്ന് കഴിയും? എപ്പോഴേ കഴിഞ്ഞു? കൂടിപ്പോയാ 3 ദിവസം. പണി കഴിഞ്ഞാൽ ഉടനെ വണ്ടി എന്നെ കൊണ്ടൊന്ന് കാണിക്കണം. അപ്പൊ RC ബുക്ക് കൊണ്ടുവരണം. അതിനുശേഷം അതിന്റെ അടുത്ത ഗഡു 40% തരും. ഹലോ സുധാര, മൊബൈൽ ഹെറിറ്റേജ് റെസ്റ്റോറന്റിലുള്ള ആദ്യ ഗഡു ഒരു 20,000 റുപ്പീസ് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് ഇപ്പൊ തന്നെ കൊടുത്തേക്ക്. ഓക്കെ? ആ, ചെല്ലു, സുധാരണ കണ്ടാ മതി. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. സോറി. ഞങ്ങൾ ഈ ഗ്രൂപ്പിൽ പെട്ടതല്ല സാർ. ഏതായാലും വന്നതല്ലേ, അതിരിക്കട്ടെ. ഒരു കോംപ്ലിമെന്റ്. പോയ ബുദ്ധിയും തന്ന ഇടിയും തിരിച്ചെടുക്കാൻ പറ്റില്ല. എന്താടാ നിനക്ക് തിരിച്ചെടുക്കണമെന്നുണ്ടാ? ഇടിയടാ, ഇടിയടാ. ഞങ്ങള് ബുക്കും പേപ്പറും ആയിട്ട് വന്നാണ് സാർ. പിന്നെ പേന നിന്റെ അപ്പം കൊണ്ടുവരോടാ? അയ്യോ, വണ്ടിയുടെ ബുക്കും പേപ്പറും ആയിട്ട് വന്നാണ് സാർ. എന്നാ പിന്നെ നേരത്തെ പറഞ്ഞൂടെ? എല്ലാം റെഡിയായിന്ന് വെച്ച് തോന്നിവാസനാണ് പാവം. ഇല്ല സാർ, ഞങ്ങളൊരു മൊബൈൽ റെസ്റ്റോറന്റ് തുടങ്ങാനുള്ള പരിപാടിയാ. സാങ്ഷൻ ഒക്കെ ഇന്നത്തുണ്ട് സാർ. ആ, AC കണ്ടാ മതി. ഞാൻ പറഞ്ഞു പറ. ഓ, ശരി സാർ. ഡാ, നിനക്ക് ഹിന്ദി അറിയാമോ? ഹിന്ദി ഇവനറിയാ, ഇവനറിയാ. അച്ഛാ, ആഹാ. എന്താ? ഇവരോടൊന്ന് ചോദിച്ചേ, ജ്വല്ലറി കയറി ആരാ മോഷ്ടിച്ചെന്ന്. ആരാ? വ്യക്തമായിട്ടവർക്ക് മനസ്സിലാവണം. ഒന്ന് വിളിച്ചേ സാർ. ഒന്ന് അങ്ങോട്ട് നീങ്ങുന്നേ. അനിയനെ ഇങ്ങോട്ട് കേറിയുന്നേ. അല്ല, ഒന്ന് ഇടിച്ചിട്ട് ചോദിക്കുമ്പോ അതിന്റെ ഒരു ഇടി ഞാൻ ഇടിച്ചോളാം. നീ ചോദിച്ചാ മതി വ്യക്തമായിട്ട്. ശരി. കോൺ തിരട്ട് ബനാന. ബനാനെ? ബനാന അല്ല, ഹിന്ദിയില്. അച്ഛാ. കോൺ തിരട്ട് ബനാന. കുച്ചിനായി കർത്താ സാബ്. അയ്യോ, എന്താടാ ഇവൻ പറഞ്ഞ? കുറച്ച് കറുത്ത നിറമുള്ള ആള് ചെയ്തു. കർത്തവനാ? അയാളുടെ പയറുമണി പോയിന്ന്. പയറുമണിയാണ് നിന്റെ അച്ഛനെയും പറിച്ചെടുക്കും. എന്താടാ ഹുസൂർ എന്ന് പറഞ്ഞ? സാറിന്റെ അച്ഛനെ വിളിച്ചതാ. മേരാച്ചാ? അച്ഛാ, എടാ തന്നെ